മെറിൻസ് കാറ്റഗറിയുടെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരുപാട് നേരത്തെ ചെയ്യേണ്ടിയിരുന്ന ഒരു വീഡിയോ ആണ്. നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് വർഷമായി എന്നുണ്ടെങ്കിലും ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടില്ലല്ലോ എന്നുള്ളത് ഓർക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം കോട്ടയത്ത് നിന്ന് കോൾ ചെയ്തൊരു ലേഡിയാണ്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവരെ മകന് വേണ്ടിയിട്ട് ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ സെർച്ച് ചെയ്തു. അവർക്ക് ബെസ്റ്റ് വണ്ണെന്ന് തോന്നിയിട്ടുള്ള ഒരു പൂച്ചക്കുഞ്ഞിനെ അവര് ഒരു ഇൻസ്റ്റഗ്രാം പേജ് കണ്ടിട്ട് അതിന്ന് വാങ്ങിച്ചു പേയ്മെന്റ് ഒക്കെ ചെയ്തു. പൂച്ചക്കുഞ്ഞ് വീട്ടിലെത്തിയതിന് ശേഷം അതിന് ഒരുപാട് പ്രശ്നങ്ങൾ. ഫസ്റ്റ് വന്ന ഉടനെ തന്നെ ക്യാറ്റിന് നല്ല രീതിയിൽ ലൂസ് മോഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അവര് വിചാരിച്ചു ബാസ്ക്കറ്റിൽ അവര് ബൈ ട്രാൻസ്പോർട്ടർ അങ്ങനെ വന്നതാ. അപ്പം വാങ്ങിച്ചു കൊണ്ടുവരുന്ന ബോക്സിനകത്ത് ക്യാറ്റിന് ചിലപ്പോൾ അപ്പിടാൻ മുട്ടിയിട്ട് അങ്ങനെ ചെയ്തതായിരിക്കും എന്ന് വിചാരിച്ചു. ലൂസ് മോഷൻ സ്റ്റോപ്പ് ആവുന്നില്ല. ഫസ്റ്റ് ദിവസം കഴിഞ്ഞു അവര് കോൾ ചെയ്തു. അപ്പൊ അവര് ഈ കിറ്റണ തന്ന ആളെ കോൾ ചെയ്തപ്പം അവർ പറഞ്ഞു ഞാൻ കുറച്ച് തിരക്കിലാണ്, കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞു. എന്നിട്ട് നെക്സ്റ്റ് ഡേ ഇവർ വീണ്ടും തിരിച്ചു വിളിച്ചില്ല. ഇവർ വീണ്ടും അങ്ങോട്ട് കോൾ ചെയ്തിട്ട് പറഞ്ഞു നിങ്ങളെ കയ്യിൽ നിന്ന് ഒരു പൂച്ചക്കുഞ്ഞിനെ വാങ്ങിയിട്ട് നിങ്ങൾ എന്താ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാത്തത്, ഞാനൊരു പൂച്ചക്കുഞ്ഞിനെ നല്ലൊരു പൈസ എന്നിട്ടല്ല നിങ്ങളെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, ലൂസ് മോഷൻ അല്ലേ, എന്തായാലും ഒന്ന് ഡോക്ടറെ കൊണ്ടുപോയിട്ട് കാണിക്കും, ഞങ്ങൾ ഇവിടുന്ന് അയക്കുന്ന സമയത്ത് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടറെ കൊണ്ടുപോയിട്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു വൈറൽ ഇൻഫെക്ഷൻ വന്നതാണ്, വാക്സിനേഷൻ ചെയ്യാത്ത ക്യാറ്റിന്റെ കയ്യിൽ നിന്ന്. ഇതുപോലെ നമുക്ക് മനുഷ്യന്മാർക്ക് കോവിഡ് ഒക്കെ വന്നില്ല, അതേപോലെ ഈ പൂച്ചകൾക്ക് പരസ്പരം പകരുന്ന കുറച്ച് അസുഖങ്ങളുണ്ട്, പാർവോ വൈറസ്, പാൻലുക്കോപീനിയ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതുപോലെ ഒരു വൈറൽ ഇൻഫെക്ഷൻ വന്നതാണ്. അപ്പം അത് രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പൊ ആ വിവരം പറയാൻ വേണ്ടിയിട്ട് ഈ ഇൻസ്റ്റഗ്രാം പേജിന്റെ ഓണറെ, മലയാളി തന്നെയാണ്, അപ്പൊ അവരെ കോൾ ചെയ്യുന്ന സമയത്ത് അവര് വളരെ മോശമായിട്ടാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. അവർക്ക് ഒരു ഉത്തരവാദിത്വമില്ല. ഞങ്ങൾക്ക് ക്യാഷ് തന്നു, ഞങ്ങൾ പൂച്ചക്കുഞ്ഞിനെ നിങ്ങൾക്ക് തന്നു, ഇവിടെ നിന്ന് അയക്കുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല എന്ന്. ക്യാറ്റിന് അവർ വാങ്ങിച്ച് 4 days ആകുമ്പോഴേക്കും പൂച്ചക്കുഞ്ഞ് മരണപ്പെട്ടു. ആക്ച്വലി ഇങ്ങനെയുള്ള വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഒരു ക്യാറ്റിന്റെ ബോഡിയിൽ വന്നു, എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അതിന്റെ സിംറ്റംസ് ഒക്കെ കാണിക്കുക. അപ്പൊ അതായത് ഇവര് വാങ്ങിക്കുന്നതിനേക്കാളും എത്രയോ മുമ്പ് തന്നെ ക്യാറ്റിന്റെ ബോഡിയിൽ വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പം ആ ലേഡി വിളിച്ചിട്ട് എന്നെ ഒരുപാട് വിളിച്ചിട്ട് അവര് സങ്കടം പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് തോന്നിയത് പൂച്ചക്കുഞ്ഞുങ്ങളെ വാങ്ങിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടില്. അപ്പം അവർക്ക് എങ്ങനെയാണ് ഒരു പൂച്ചക്കുഞ്ഞിനെ സെലക്ട് ചെയ്യേണ്ടതെന്നോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ വാങ്ങിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നോ ഒട്ടും അറിയില്ല. അപ്പൊ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഒരു പൂച്ചക്കുഞ്ഞിനെ എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഒരു പൂച്ചക്കുഞ്ഞിനെ വാങ്ങിക്കുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഈ വീഡിയോ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ച് ലെങ്ത് വളരെ കൂടുതലായിരിക്കും. പക്ഷെ നിങ്ങളൊരു പൂച്ചനെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കുറച്ച് ലെങ്ത് ഉള്ളതാണെന്നുണ്ടെങ്കിലും ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം വരില്ല. ഈ വീഡിയോ കാണുന്നതോട് കൂടി തന്നെ എങ്ങനെയാണ് ഒരു പൂച്ചക്കുഞ്ഞിനെ സെലക്ട് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാവും. ആദ്യം തന്നെ നമ്മളൊരു പൂച്ചക്കുഞ്ഞിനെ വാങ്ങിക്കുന്ന സമയത്ത് ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ ഇരുന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്ക് നാട്ടിൽ ഒരുപാട് പെറ്റ്സ് ഉണ്ട്. ഈവൻ ഡോഗ് ഉണ്ട്, ഫിഷ് ഉണ്ട്, ബേർഡ്സ് ഉണ്ട്, നമുക്ക് വീട്ടിൽ വളർത്താൻ പറ്റുന്ന പാമ്പുകളുണ്ട്, ചിലന്തികൾ വരെ ഉണ്ട് അല്ലെ. വീട്ടിൽ പെറ്റായിട്ട് വളർത്താൻ പറ്റുന്ന ഒരുപാട് തരം പെറ്റ്സ് നമുക്ക് ലീഗലാണ് ഇന്ത്യയിൽ വളർത്താൻ വേണ്ടിയിട്ട്. ഒരുപാട് പെറ്റ്സ് ഉണ്ട്. അപ്പം പൂച്ചകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പൂച്ചനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? നിങ്ങൾക്ക് പൂച്ചനെ വീട്ടിൽ വളർത്താൻ വേണ്ടിയിട്ട് പറ്റുമോ, അതിനുള്ള സാഹചര്യമാണോ എന്നുള്ളത് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഒന്ന്, ഏത് രോമം ഉള്ള ജീവിന്റെ അതേപോലെ തന്നെയാണ് പൂച്ചകളും. രോമം കൊഴിയും അത്യാവശ്യത്തിന്. ഈ പഴയ രോമങ്ങളൊക്കെ കൊഴിഞ്ഞു പോയിട്ട് ആ ഹോൾസിൽ വേണം ഇവർക്ക് ഹെൽത്തി ആയിട്ടുള്ള രോമം വേറെ വരാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ പൂച്ചകളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യത്തിന് രോമം കൊഴിയുന്ന ഒരു ജീവിയാണ് പൂച്ചകൾ. ഡെയിലി ഇവരെ രോമങ്ങൾ ചീകി വൃത്തിയാക്കി കൊടുക്കണം, ഡെയിലി ചീകണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവരെ രോമം ജട പിടിക്കും. ഇപ്പൊ ഈ പൂച്ചക്കുഞ്ഞിനെ കണ്ട നിങ്ങൾ, ഇത് അത്യാവശ്യം ഭയങ്കര ഹെയർ ക്വാളിറ്റി ഉള്ള ഒരു കിറ്റനാണ്, കണ്ടില്ലേ? അത്യാവശ്യം നല്ല ഹെയർ ക്വാളിറ്റി. ഈ കിറ്റന്റെ പ്രായം എന്ന് പറഞ്ഞാൽ 3 മാസം ആകുന്നേ ഉള്ളൂ. ഇവന്റെ വലിപ്പം കണ്ടാൽ അത് തോന്നില്ല, കാരണം ഫുള്ള് രോമാണ്. ഇവന് ഇറച്ചി എന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉള്ളൂ, ബാക്കി അത്രയും രോമാണ്. അപ്പം 3 മാസം ആകാൻ പോകുന്നേ ഉള്ളൂ. ജസ്റ്റ് ഇപ്പൊ സെയിൽ ചെയ്യുന്ന ഒരു പ്ലാനാണ്. ഇവൻ സെയിലായി ബാംഗ്ലൂരേക്ക് ഇന്ന് പോകും. അപ്പം ഇതേപോലെ ഇത്രയും രോമക്കുള്ള ഒരു ക്യാറ്റ് ആവുമ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇവരെ ഏത് രോമം കൂടുതലുള്ള ക്യാറ്റ് ആണെങ്കിലും അത് കുറച്ചോ കൂടുതലോ ഡെയിലി ചീകി വൃത്തിയാക്കി കൊടുക്കണം. അപ്പൊ അതിന് നിങ്ങളെ സമയം കണ്ടെത്തണം.
പിന്നെ ഏറ്റവും ചുരുങ്ങിയത് അതിന്റെ കൂടെ 1 മണിക്കൂറെങ്കിലും നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം. ഇപ്പം നമ്മളിപ്പം വേറെ ബേർഡ്, ഇപ്പൊ അക്വേറിയത്തിലുള്ള ഫിഷ്, ഡോഗ്, പുറത്തൊരു കൂടുണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് ഡോഗ്, അപ്പൊ അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ പൂച്ചകളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ അവർക്ക് മനുഷ്യന്മാരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവരെ കൂടെ ഏറ്റവും ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും സമയം ചെലവഴിക്കാൻ പറ്റുന്ന ആളായിരിക്കണം. ഇതിനെ വാങ്ങിച്ചിട്ട് വീടിന്റെ അകത്തോ പുറത്തോ ഒരു ചെറിയൊരു കൂടുണ്ടാക്കിയിട്ട് അതിന്റെ അകത്ത് ഇട്ടിട്ട് ഭക്ഷണം, വെള്ളം, അക്വേറിയത്തിൽ ഫുഡ് ഇട്ട് കൊടുക്കുന്ന പോലെ ഭക്ഷണം, വെള്ളം അതിന്റെ അകത്ത് വെച്ച് കൊടുക്കുന്ന ഒരു പരിപാടിയെ നിങ്ങൾക്ക് പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഒരു കാരണവശാലും ഒരു പൂച്ചനെ വാങ്ങാൻ പാടില്ല. നിങ്ങൾക്ക് അത്യാവശ്യം അതിന്റെ കൂടെ സംസാരിക്കാനും കുറച്ചു നേരം കളിക്കാനൊക്കെ സമയം കിട്ടുന്ന ആളുകൾക്ക് മാത്രം പറ്റുന്ന ഒരു പണിയാണ് പൂച്ചകളെ വളർത്തുക എന്നുള്ളത്. പിന്നെ അതിനുശേഷം അവരെ സംബന്ധിച്ചിടത്തോളം പൂച്ചകൾ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. ഒരു പൂച്ചനെ നല്ല രീതിയിൽ അതിന് സന്തോഷം കിട്ടുന്ന രീതിയിലും അതിന് ആവശ്യത്തിനുള്ള ന്യൂട്രീഷൻസ് ഒക്കെ കൊടുക്കുന്ന രീതിയിൽ വളർത്തുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ചിലവുള്ള കാര്യമാണ്. ഒരു പൂച്ചനെ ഏറ്റവും ചുരുങ്ങിയത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ വളർത്തണമെങ്കിൽ ഒരു മാസം ഒരു 1200 രൂപ തൊട്ടിട്ട് ഒരു 1500 രൂപ വരെ ചിലവ് വരും പലപ്പോഴായിട്ട്. നമുക്ക് ചിലപ്പോൾ അതിന് മൾട്ടി വൈറ്റമിൻസ് കൊടുക്കണം, കാറ്റ് ലീറ്റർ, കാറ്റിന്റെ ഫുഡ്, നമ്മളെ വീട്ടിലുള്ള ചോറോ കറിയോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കറി വെച്ചതെന്ന് എടുത്തിട്ട് മീനോ ചിക്കനോ കൊടുക്കാന്ന് വിചാരിച്ചാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഇവർക്ക് ഇവരതായിട്ടുള്ള ഭക്ഷണം നമ്മൾ ഒന്നെങ്കിൽ കുക്ക് ചെയ്തിട്ട് ഇവർക്ക് സ്പെഷ്യലായിട്ട് കുക്ക് ചെയ്തിട്ട് കൊടുക്കണം, അതല്ലാന്നുണ്ടെങ്കിൽ അത് നമ്മൾ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഫുഡ് വാങ്ങിച്ചു കൊടുക്കണം. അതിന്റെ പുറമെ ഈ രോമങ്ങളൊക്കെ ഈ രീതിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടും അവരെ ആരോഗ്യവും കാൽഷ്യവും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ന്യൂട്രീഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പൊ അതിന് അത്യാവശ്യം ചെലവ് വരുന്ന കാര്യമാണ്. അപ്പം ആ കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊക്കെ വാങ്ങുന്നതിന് മുമ്പ് ചിന്തിക്കാം. പിന്നെ നമുക്ക് ഒരു പൂച്ചക്കുഞ്ഞിനെ വാങ്ങുന്ന സമയത്ത് എവിടെ നിന്ന് വാങ്ങണം എന്നുള്ള കാര്യം പല ആൾക്കാരും അറിയില്ല കറക്റ്റായിട്ട്. നമുക്കിപ്പോൾ ഒരു പൂച്ചക്കുഞ്ഞുങ്ങളെ വാങ്ങിക്കാൻ കിട്ടുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മളെ അടുത്തുള്ള പെറ്റ് ഷോപ്പുകളിൽ പൂച്ചക്കുഞ്ഞുങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടാവും. അല്ലെങ്കിൽ അവരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, നല്ല പൂച്ചക്കുഞ്ഞുങ്ങളെ നമുക്ക് എത്തിച്ചു തരികയൊക്കെ ചെയ്യും. പിന്നെ രണ്ടാമത്തെ ഒരു ഓപ്ഷനാണ് നമ്മളെ പോലുള്ള ആളുകൾ. നമ്മളെ നാട്ടിൽ കേരളത്തിൽ ഒരുപാട് നല്ല നല്ല ബ്രീഡേഴ്സ് ഉണ്ട്. ഒരുപാട്, ഇപ്പൊ കാസർഗോഡ് തൊട്ടിട്ട് തിരുവനന്തപുരം വരെയുള്ള ബ്രീഡേഴ്സിന് ലിസ്റ്റ് എടുത്തു പോയി കഴിഞ്ഞാൽ ഒരുപാട് നല്ല നല്ല ബ്രീഡേഴ്സ് ഉണ്ട്. അപ്പം നല്ല നല്ല ബ്രീഡേഴ്സിന്റെ കയ്യിൽ നിന്ന് പൂച്ചക്കുഞ്ഞുങ്ങളെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇപ്പൊ ഷോപ്പിൽ നിന്ന് എടുക്കുന്നതിനോട് ഞാൻ എതിരല്ല കംപ്ലീറ്റ് ആയിട്ട്. പക്ഷെ ഒട്ടുമിക്ക ഒരു 90% ഷോപ്പുകളും ഒരു ചെറിയൊരു ചൈനീസ് കൂടുണ്ടല്ലോ അതിൻ്റെ അകത്ത് പൂച്ചക്കുഞ്ഞിനെ ഇട്ടിട്ട് ലിറ്റർ ബോക്സ് ഒക്കെ, വളരെ ചെറിയ ലിറ്റർ ബോക്സും ഫുഡും വെള്ളമൊക്കെ അതിൻ്റെ അകത്ത് തന്നെ അവൻ കൊടുക്കുന്നത്. അപ്പൊ ഇവന്മാരെന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, ചില പൂച്ചക്കുഞ്ഞുങ്ങൾ ചിലപ്പോൾ അപ്പിടുന്ന സമയത്തൊക്കെ ലിറ്റർ സാൻഡ് മാന്തുമ്പോൾ അത് ഫുഡിന്റെ പാത്രത്തിലും വെള്ളത്തിന്റെ പാത്രത്തിലൊക്കെ വീണിട്ടുണ്ടാവും. എന്നിട്ട് അതേ ഭക്ഷണം തന്നെ അവർ കഴിക്കുകയും ചെയ്യും കേട്ടോ. അവരെ ഗതികേടാണ്. അപ്പൊ ഒട്ടും വൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ വളർത്തുന്ന പെറ്റ് ഷോപ്പ് ആണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും അവിടെ നിന്ന് ദയവ് ചെയ്തിട്ട് വാങ്ങിക്കാതിരിക്കുക. കാരണം ആ പൂച്ചക്കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് മാനസികമായിട്ടും ശാരീരികമായിട്ടും വളരെയധികം മുരടിച്ചിട്ടുണ്ടാവും. ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബ്രീഡറെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങിക്കുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തത് ഒരു ഓപ്ഷനാണ്, നമ്മുടെ നാട്ടിൽ അങ്ങനെ നല്ല നല്ല ബ്രീഡേഴ്സിനെ നമുക്ക് പരിചയമില്ല എന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നേരത്തെ ഞാനിപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞ കേസ് ഇതേപോലെ തന്നെ ഒരു ലേഡി സോഷ്യൽ മീഡിയ കൂടെ വാങ്ങിച്ചതാണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ എന്നൊരു ക്യാറ്റിനെ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാൻ വേറെ പറഞ്ഞുതരാം. അതിലേക്ക് ഞാൻ വരാം. ഒന്ന്, സോഷ്യൽ മീഡിയ, നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പേജ് വഴി, ഫേസ്ബുക്ക് പേജ് വഴിയൊക്കെ പൂച്ചക്കുഞ്ഞുങ്ങളെ വിൽക്കാനുള്ള ആളുകൾ അവരെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടാവും. അപ്പൊ ആ വഴി നമുക്ക് ആ ബ്രീഡറെ കോൺടാക്ട് ഡീറ്റെയിൽസ് എടുത്ത് അവരോട് സംസാരിച്ച് നമുക്ക് അവരെ കയ്യിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, പൂച്ചക്കുഞ്ഞുങ്ങളെ വാങ്ങിക്കാം. ഇന്നത്തെ കാലത്ത് നമുക്ക് ഇന്ത്യയിൽ എവിടെ നിന്ന് വേണമെങ്കിലും ഇവരെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് ഇഷ്ടപ്പെട്ടത്, ഇപ്പം തിരുവനന്തപുരത്ത് ഒരാൾക്ക് ഇഷ്ടപ്പെട്ടത് കാസർഗോഡ് നിന്നാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ജസ്റ്റ് ഒരു കോൾ ചെയ്യുന്നതോട് കൂടിയിട്ട് അത് ഇവിടെ എത്തിക്കാൻ പറ്റും. അതിനനുസരിച്ചിട്ട് പെറ്റ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തേക്കും പൂച്ചക്കുഞ്ഞുങ്ങളെ കൊടുക്കുന്നതാണ്. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡത്തെ ഒരു പൂച്ചക്കുഞ്ഞിനെ വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും ദൂരത്ത് നിന്ന് വാങ്ങിക്കണ്ടേ എന്നുള്ള ഒരു ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട. അപ്പം ആ ദൂരം ഒരു പ്രശ്നമുള്ള കാര്യമല്ല. നമ്മൾ വാങ്ങിക്കുന്ന ആളും നമുക്ക് തരുന്ന ആളും ജെന്യുവിൻ ആയിട്ടുള്ള ആളായാൽ മാത്രം മതി. പിന്നെ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റീസെല്ലേഴ്സ് ഉണ്ടാവും ഈ ഇൻസ്റ്റാഗ്രാം പേജിലും അതേപോലെ തന്നെ വാട്സപ്പിലൊക്കെ ഈ റീസെല്ലേഴ്സ് ഉണ്ടാവും. റീസെല്ലേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ സ്ഥലത്തിന്റെ ഒക്കെ സ്ഥലം കച്ചവടം ചെയ്യുന്ന ആളുകൾക്കിടയിൽ ബ്രോക്കർമാരുണ്ടാവും. അപ്പൊ എനിക്കിപ്പം വീട് വെക്കാൻ സ്ഥലം വേണം. അപ്പം ഞാൻ ഈ നാട്ടിലെ
എല്ലായിടത്തും അന്വേഷിച്ച് നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം ചിലപ്പം കിട്ടൂല. ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം കണ്ടുപിടിച്ച് തരുന്ന അതിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ഏജന്റ് ഉണ്ടാവും. അതിന് നമ്മൾ ബ്രോക്കർമാരെന്ന് പറയാം. അപ്പൊ ഈ പെറ്റ്സിനെ ഇതേപോലെ ഒരാളെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് മറ്റാൾക്ക് കൊടുക്കുന്ന റീസെല്ലേഴ്സ് ഉണ്ട്. അത് ഒരു മോശപ്പെട്ട ജോലിയൊന്നല്ല കേട്ടോ. അത് ആ ഒരു ബിസിനസ് ചെയ്തിട്ട് നമ്മളെ നാട്ടിൽ ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പൊ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന പിള്ളേര് അവരെ പോക്കറ്റ് മണി കണ്ടെത്തുന്നുണ്ട്. ഇപ്പം എന്നെ കയ്യിൽ പൂച്ചകൾ ഉണ്ടാവും. അപ്പം എനിക്കിത് വിൽക്കാൻ എങ്ങനെ അറിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, വിൽക്കാൻ അറിയുന്ന ഒരാൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ആർക്ക് കൊടുക്കും? ഈ വാങ്ങിക്കാൻ പ്ലാനുള്ള നിങ്ങളെ പോലുള്ള ആൾക്കാർക്കൊക്കെ കൊടുക്കും. അങ്ങനത്തെ ആളുകളുണ്ട്. അത് അവർക്കാണ് റീസെല്ലർ എന്ന് പറയാം. അപ്പൊ അവർ ചെറിയൊരു കമ്മീഷൻ അതിന്റെ മുകളിൽ എടുക്കും. ഒരു ചിലപ്പം 1000, 1500 പൂച്ചന്റെ റേറ്റ് അനുസരിച്ചിട്ട് അവർ ഒരു കമ്മീഷൻ എടുത്തിട്ടാണ് കൊടുക്കുക. അത് കൊടുക്കുന്നതിൽ തെറ്റില്ല, അവർ ചെയ്യുന്നത് മാന്യമായിട്ടുള്ള ജോലിയാണ്. പക്ഷേ നമ്മൾ ഒരു റീസെല്ലറെ കയ്യിൽ നിന്നാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ അയാള് നല്ലൊരു റീസെല്ലർ ആയിരിക്കണം എന്നുള്ളത് നമ്മൾ നോക്കണം. ആ റീസെല്ലറെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അത് ക്യാഷ് വാങ്ങിയിട്ട് പറ്റിക്കാത്ത ആളാണെന്നും, നമ്മളെ ക്യാഷ് അയച്ചു കൊടുത്താൽ ഉത്തരവാദിത്തോടു കൂടിയിട്ട് ആ പൂച്ചക്കുഞ്ഞിനെ നമ്മളെ അടുത്തേക്ക് എത്തിച്ചു തരുന്ന ഒരാളാണെന്നൊക്കെ നോക്കിയിട്ട് വേണം ഒരു റീസെല്ലറെ കയ്യിൽ നിന്ന് നമ്മളൊരു പൂച്ചക്കുഞ്ഞിനെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. റീസെല്ലർ ഒരിക്കലും പൂച്ചകളെ അയാളെ പൂച്ചനായിരിക്കുക നിങ്ങൾക്ക് തരിക, വേറൊരാളെ പൂച്ചനെ അയാളെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് അയാൾ ഒരു ഇടനിലക്കാരനായി നിന്നിട്ടായിരിക്കും തരിക. അപ്പം ഈ റീസെല്ലറെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ എപ്പോഴും അയാൾ നല്ലൊരു റീസെല്ലർ ആണോ എന്നുള്ളത് മാത്രം നോക്കുക, ജെനുവിൻ ആണോ എന്നുള്ളത് നോക്കാം. പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നിങ്ങൾ നോക്കേണ്ടത് പൂച്ചനെ തരുന്ന ആളെ കുറിച്ചിട്ടൊന്ന് മനസ്സിലാക്കാം. ഇപ്പം ഈ ലേഡിക്ക് ഞാൻ പറഞ്ഞില്ല, കോട്ടയത്തിലെ ലേഡിക്ക് സംഭവിച്ചൊരു കാര്യം. അപ്പം ആ ലേഡി ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. അവരെ റീൽ വീഡിയോക്കൊക്കെ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്, ആളുകൾ നല്ല നല്ല കമന്റ് ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ആ ലേഡി ആ പേജിൽ നിന്ന് ക്യാറ്റിനെ വാങ്ങിച്ചത്. അപ്പം ആ ലേഡിക്ക് സംഭവിച്ചത് എന്താണ്? ആ ലേഡി ക്യാറ്റിനെ വാങ്ങിച്ചു. പൂച്ചക്കുഞ്ഞുങ്ങളാണ്, അസുഖങ്ങൾ വരും, സ്വാഭാവികം. ജീവനുള്ള എല്ലാം അങ്ങനെ തന്നെയാണ്. നമുക്കൊരു ഗ്യാരണ്ടി ഒന്നും ഇപ്പൊ എനിക്കാണെന്നുണ്ടെങ്കിൽ പോലും തരാൻ പറ്റില്ല. പക്ഷെ നമ്മളൊരു പൂച്ചക്കുഞ്ഞിനെ ഒരാൾക്ക് വിറ്റ് കഴിഞ്ഞാൽ അവർക്ക് അത് കാരണം കൊണ്ടൊരു മനപ്രയാസം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അവരെ കൂടെ നിൽക്കണം. അപ്പം അങ്ങനെ കൂടെ നിൽക്കുന്ന ആളാണോ നിങ്ങൾക്ക് പൂച്ചക്കുഞ്ഞിനെ തരുന്നത് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അപ്പം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു പൂച്ചക്കുഞ്ഞിനെ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് തരുന്ന ആളെ കുറിച്ച് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പഠിക്കുക. നിങ്ങൾക്ക് നല്ലൊരു പൂച്ചക്കുഞ്ഞിനെ തന്നു കഴിഞ്ഞാൽ അവര് നാളെ മറ്റന്നാളും വിളിച്ചാൽ ഫോണൊക്കെ എടുക്കുമോ, നമ്മളെ പൂച്ചക്കുഞ്ഞിന് എന്തെങ്കിലും ഒരു അസുഖങ്ങൾ വന്നു, അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിലോ, അല്ലെങ്കിൽ അവർക്ക് ഡീവാമിങ് ചെയ്യുന്ന കാര്യത്തിലോ, വാക്സിനേഷൻ ചെയ്യുന്ന കാര്യത്തിലോ നിങ്ങൾക്കൊരു സംശയം വന്നാൽ അത് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരാൻ അറിവും പക്വതയും ഉള്ള ഒരാളാണോ എന്നുള്ളത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുന്നത് എപ്പോഴും നിങ്ങൾക്ക് നല്ലതാണ്. പിന്നെ ഈ ബ്രീഡർ, ഇപ്പൊ നിങ്ങളിപ്പം ഞാൻ നേരത്തെ പെറ്റ് ഷോപ്പിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ്, നമ്മുടെ നാട്ടിൽ ഒരുപാട് നല്ല നല്ല ബ്രീഡേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും ചില ബ്രീഡേഴ്സ് ഒട്ടും വൃത്തിയില്ലാത്ത സാഹചര്യത്തിലായിരിക്കും പൂച്ചക്കുഞ്ഞുങ്ങളെ വളർത്തുക. അപ്പൊ വളരെ ഇടുങ്ങിയ കൂടിന്റെ അകത്ത് ഇട്ടിട്ട് ലിറ്റർ ബോക്സിന്റെ അകത്ത് ലിറ്റർ സാൻഡ് യൂസ് ചെയ്യില്ല. കാരണം ഈ ലിറ്റർ സാൻഡ് എന്ന് പറഞ്ഞാലും ക്യാഷ് കൊടുത്തിട്ട് വാങ്ങിക്കേണ്ട സാധനമാണ്. അപ്പം അതിന് പകരം ന്യൂസ് പേപ്പറൊക്കെ കീറിയിട്ടിട്ടോ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഈർച്ചപ്പൊടി ഇട്ടിട്ടോ, അല്ലെങ്കിൽ പ്ലെയിൻ ട്രേ വെച്ചിട്ടൊക്കെ ബ്രീഡിങ് ചെയ്യുന്ന ആളുകളുണ്ട്. ഒരു പക്ഷെ അവർക്ക് അതിന്റെ അറിവ് ഇല്ലാത്ത കാരണം കൊണ്ടായിരിക്കാം, അതല്ലാതെങ്കിൽ അതിനനുസരിച്ച് സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. എന്തായാലും അതൊരു വൃത്തി കുറവിന്റെ ഒരു ലക്ഷണമാണ് സത്യത്തില്. അപ്പം അത് മാത്രമല്ല കേട്ടോ, ഒരുപാട് ലക്ഷണങ്ങളുണ്ട്. ക്യാറ്റിനെ കറക്റ്റ് ആയിട്ട് കണ്ണൊന്നും തുടച്ചു കൊടുക്കാതിരിക്കുക, ചെവി ക്ലീൻ ചെയ്യാതിരിക്കുക, കറക്റ്റ് ഡീവാമിങ് ചെയ്യാതിരിക്കുക, ഇതൊക്കെ വൃത്തിയില്ലാത്തതിന്റെ ലക്ഷണമാണ്. അപ്പം അങ്ങനെ വൃത്തി കുറഞ്ഞ ബ്രീഡേഴ്സിന്റെ കയ്യിൽ നിന്ന് പൂച്ചക്കുഞ്ഞുങ്ങളെ വാങ്ങിക്കാതിരിക്കുക. അങ്ങനെ വാങ്ങിക്കുമ്പോഴാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുക. അതായത് ഈ വൈറൽ ഇൻഫെക്ഷൻസ് വളരെ കൂടുതലായിരിക്കും, വരന്റെ ശല്യം ഉണ്ടാവും, ചെള്ളിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും, ക്യാറ്റിന്റെ ഹാബിറ്റ് തന്നെ വേറെ തന്നെ ആയിരിക്കും. നമ്മൾ വൃത്തിയില്ലാത്ത ഒരു ക്യാറ്ററിൽ നിന്ന് ക്യാറ്റിനെ വാങ്ങിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ വീടിന്റെ അകത്ത് തുറന്നു വിട്ട് വളർത്തുമ്പോൾ ചിലപ്പം ഇവന്മാരെന്ത് ചെയ്യും, ലിറ്റർ ബോക്സേ യൂസ് ചെയ്യുക. കാരണം ഓൾറെഡി അവർ ജീവിച്ച സാഹചര്യം വെച്ചിട്ട് അവർക്ക് എവിടെ വേണമെങ്കിലും യൂറിൻ പാസ് ചെയ്യാനും അപ്പിടാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ നമ്മളെ വീടിന്റെ അകത്ത് ഒരു കോർണർ കിട്ടിയാലോ, അല്ലെങ്കിൽ കാല് തുടക്കുന്ന മാറ്റിലൊക്കെ ഇവർ ചിലപ്പോൾ യൂറിനൊക്കെ പാസ് ചെയ്ത് വെക്കും. അപ്പം നമ്മളൊരു പൂച്ചക്കുഞ്ഞിനെ വൃത്തിയുള്ള സ്ഥലത്തു നിന്ന് വാങ്ങുകയാണെങ്കിൽ അതിന്റെ സ്വഭാവം വരെ അതിനനുസരിച്ച് ചേഞ്ച് ആവും. വൃത്തിയുള്ള സ്ഥലത്തു നിന്ന് വാങ്ങുമ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന പൂച്ചക്കുഞ്ഞിനും അതിൻ്റെതായിട്ടുള്ള വൃത്തി ഉണ്ടാവും. വെള്ളത്തിലൊന്നും പോയിട്ട് കിടക്കൂല, ശരീരത്തിൽ അഴുക്കൊന്നും ആക്കൂല, മുറ്റത്ത് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിലും അധികം വെള്ളത്തിലോ ചളിയിലോ ചവിട്ടാതെ നടക്കും. അങ്ങനെ ഒരുപാട് മാനസികമായിട്ടുള്ള വ്യത്യാസം നല്ല വൃത്തിയുള്ള ഒരു ബ്രീഡറെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ആ പൂച്ചക്കുഞ്ഞിന് ഉണ്ടാവും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാങ്ങിയതിനു ശേഷം എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ കൂടെ കട്ടക്ക് നിൽക്കും എന്നുള്ള ആൾക്കാരെ കയ്യിൽ നിന്നും വേണ്ടി മാത്രം വാങ്ങിക്കാം. അപ്പം വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കൂല, അല്ലെങ്കിൽ നല്ല ബിസി ആയിട്ടുള്ള ആൾക്കാരെ കയ്യിൽ നിന്നും ക്യാറ്റിനെ വാങ്ങിക്കാതിരിക്കുക. ക്യാറ്റിനെ കുറിച്ചിട്ട് അത്യാവശ്യം ധാരണ ഉള്ള നല്ല ആളുകളെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം. എല്ലാത്തിനും പുറമെ നമ്മളൊരു ബ്രീഡറെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അയാൾ ഒരു എത്തിക്സ് ഉള്ള ബ്രീഡറാണോ നോക്കുക. ഇപ്പം എത്തിക്സ് ഉള്ള ബ്രീഡർ എന്ന് വെച്ചാൽ എന്താണ്?
അയാൾ ബ്രീഡിങ് ചെയ്യുമ്പം അയാൾ ആ പൂച്ചനെ അതൊരു ബിസിനസ് മാത്രമായിട്ട് കാണാത്ത ആളുകളെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതാണ് എത്തിക്സ് ഉള്ള ബ്രീഡേഴ്സിന്റെ ഒരു ലക്ഷണം. അതിൽ ഒന്ന്, മിക്സ് ബ്രീഡിങ് ചെയ്യൂല. ഈ നല്ല നല്ല ബ്രീഡേഴ്സ് ആരും തന്നെ മിക്സ് ബ്രീഡിങ് ചെയ്യൂല. അപ്പൊ നമ്മളെ നാട്ടില് രോമം കൂടുതലുള്ള ഏത് പൂച്ചനെ കണ്ടാലും ആളുകൾക്ക് പേർഷ്യൻ ക്യാറ്റ് എന്നാ പറയാം. പക്ഷെ ഈ രോമം കൂടുതലുള്ള പൂച്ചകൾ തന്നെ 150 ടൈപ്പ് നമ്മളെ ലോകത്തുണ്ട്. അപ്പം ഏത് പൂച്ചനെ രോമം കൂടുതലുള്ള പൂച്ചനെ കണ്ടാലും പേർഷ്യൻ പൂച്ച എന്ന് വിചാരിക്കുന്ന ആളുകളാണ് ഈ പറഞ്ഞ എത്തിക്സ് ഇല്ലാത്തതിനെ കുറിച്ച് പ്രൊഫഷണൽ അല്ലാത്ത ബ്രീഡേഴ്സ്. അപ്പം രോമം കൂടുതലുള്ള ബ്രീഡ് തന്നെ നമ്മളെ നാട്ടിൽ ഏകദേശം 4-5 ടൈപ്പ് ലോങ് ഹെയർ ആയിട്ടുള്ള ബ്രീഡുകളുണ്ട്. അതിൽ പേർഷ്യന്, ട്രഡീഷണൽ ലോങ് ഹെയർ, ബ്രിട്ടീഷ് ലോങ് ഹെയർ, സൈബീരിയൻ ഫോറസ്റ്റ് ക്യാറ്റ്, അങ്ങനെ ഒരുപാട് ലോങ് ഹെയർ ആയിട്ടുള്ള ബ്രീഡ് ഉണ്ട്. അപ്പൊ ഇത് ഏതിനെ കണ്ടാലും പേർഷ്യൻ എന്ന് വിചാരിച്ചിട്ട് പരസ്പരം ഇവരെന്ത് ചെയ്യും, ക്രോസ് ചെയ്യും. മെയിൽ വേറെ ബ്രീഡായിരിക്കും, ഫീമെയിൽ വേറെ ബ്രീഡായിരിക്കും. അപ്പൊ അങ്ങനെ ബ്രീഡിങ് ചെയ്യുന്ന ആളുകൾ ചെയ്യുമ്പോഴാണ് അതിന് മിക്സ് ബ്രീഡിംഗ് എന്ന് പറയാം. ആ മിക്സ് ബ്രീഡിങ് ചെയ്യാത്ത ജെന്യുവൻ ആയിട്ടുള്ള മെയിൽ ക്യാറ്റും ഫീമെയിൽ ക്യാറ്റും സെയിം ബ്രീഡ്, പ്യുവർ ബ്രീഡ് നോക്കിയിട്ട് ബ്രീഡ് ചെയ്യുന്ന ആളുകളെ കയ്യിൽ നിന്ന് വാങ്ങിക്കാനാണ് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത്. ഇനിയിപ്പോ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു വീട്ടിൽ ഹോബിക്ക് വളർത്താൻ ഒരു ക്യാറ്റിനെ മാത്രം മതി, ജസ്റ്റ് ഒരു ജീവനുള്ള മ്യാവെന്ന് കരയുന്ന പൂച്ചിന്റെ സ്വഭാവമുള്ള ഒരു ക്യാറ്റിനെ മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മിക്സ് ബ്രീഡ് ആയിട്ടുള്ള ഒരു ക്യാറ്റിനെ വാങ്ങിയിട്ട് വളർത്തുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഓക്കെ. പിന്നെ ഇൻബ്രീഡിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇവന്റെ കൂടെ ജനിച്ച ഒരു സിസ്റ്റർ ഉണ്ട്, ഒരു ബ്ലാക്ക് സ്മോക്ക് കളറിലുള്ള ഒരു സിസ്റ്റർ ഉണ്ട്. അപ്പം അവര് ബ്രദറും സിസ്റ്ററുമാണ്. ഇപ്പൊ ഇവര് തമ്മിൽ മേറ്റ് ചെയ്ത്, ഇപ്പം മെയിലും മറ്റുള്ള ഫീമെയിലും ഇവർ മേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യിപ്പിക്കുന്നതാണ് ഇൻബ്രീഡിംഗ് എന്ന് പറയാം. അതായത് ഒരേ രക്തത്തിലുള്ള പൂച്ചകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മേറ്റ് ചെയ്യിപ്പിക്കാത്ത ബ്രീഡേഴ്സിനെ വേണം നമ്മളെപ്പോഴും തിരഞ്ഞെടുക്കാൻ. അങ്ങനെ മേറ്റ് ചെയ്യുമ്പോൾ കാലക്രമേണ അവർക്ക് ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്കോ അല്ലെങ്കിൽ അതിനുശേഷം വരുന്ന ജനറേഷനിലോ ജനറ്റിക് പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അത് ചിലപ്പം പല്ല് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പൂച്ചക്കുഞ്ഞുങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ വാലിന് ബെൻഡുള്ളത്, വാലിന്റെ അറ്റത്ത് മുഴയുള്ളത്, പിന്നെ ആവശ്യത്തിന് ആരോഗ്യമില്ലാത്ത പൂച്ചകളൊക്കെ ഈ പറഞ്ഞതുപോലെ ജനിക്കാറുണ്ട്. അപ്പം ഇൻബ്രീഡിങ് ചെയ്യാത്ത ബ്രീഡേഴ്സിന്റെ കയ്യിൽ നിന്ന് വേണം ക്യാറ്റിനെ വാങ്ങിക്കാൻ. പിന്നെ വർഷത്തിൽ ഒരു ഫീമെയിൽ ക്യാറ്റിന് പ്രസവിക്കാൻ പറ്റുന്ന, ഹെൽത്തി ആയിട്ട് പ്രസവിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വർഷത്തിൽ 2 തവണയാണ്. അതായത് ഒരു 2 മാസമാണ്, അതായത് 65 ദിവസമാണ് ഇവര് പൂച്ചകൾ പ്രസവിക്കാൻ എടുക്കുന്ന സമയം. 60 തൊട്ടിട്ട് 65 ദിവസം വരെയാണ് ഇവർ ഇണ ചേർന്ന് കഴിഞ്ഞാൽ പ്രസവിക്കാനുള്ള സമയം. അപ്പൊ 2 മാസം നമുക്ക് കണക്കാക്കാം. പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കേണ്ടത് ഏറ്റവും ചുരുങ്ങിയത് മിനിമം 55 ദിവസം തൊട്ടിട്ട് 60 ദിവസമൊക്കെയാണ് ഒരു പൂച്ചക്കുഞ്ഞ് മിനിമം അമ്മന്റെ പാല് കുടിക്കേണ്ടത്. അപ്പം ഒരു പൂച്ച പ്രസവിച്ച് കഴിഞ്ഞാൽ 2 മാസം അത് ഗർഭിണിയായിരിക്കും, 2 മാസം അതിന്റെ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കണം. അപ്പൊ 4 മാസമായി. എന്നിട്ട് അടുത്ത തവണ വീണ്ടും ഗർഭിണി ആക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ 2 മാസത്തെ ഒരു റെസ്റ്റ് കൊടുക്കണം. ക്യാറ്റ് പാലും കൊടുക്കുന്നില്ല, ഗർഭിണിയും അല്ലാതെ ഒരു 2 മാസം നല്ല സുഭിക്ഷമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ച്, നല്ല വൈറ്റമിൻസ്, ന്യൂട്രീഷൻസ് ഒക്കെ കഴിച്ച്, നല്ല ഓടിച്ചാടി നമ്മളെ വീടിന്റെ അകത്തൂടെ ഹാപ്പി ആയിട്ട് നടക്കണം 2 മാസം. അപ്പോഴേക്കും 6 മാസമായി. അങ്ങനെ 2 തവണ വർഷത്തിൽ ഒരു ക്യാറ്റിന് പ്രസവിക്കാൻ പാടുള്ളൂ. പക്ഷെ നമ്മുടെ നാട്ടിൽ നല്ല നല്ല ബ്രീഡേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ വളരെ മോശപ്പെട്ട ബ്രീഡേഴ്സും ഉണ്ട്. അതായത് ഒരു ക്യാറ്റിന് കുറച്ച് ദിവസം അമ്മന്റെ പാല് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും, ഒരു 40 ദിവസമൊക്കെ പാല് കൊടുക്കും. അത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളായിട്ട് മാറ്റിയിടും. ഈ ക്യാറ്റ് അടുത്ത ഹീറ്റ് ആകുമ്പോഴേക്കും വീണ്ടും വേണം ചേർക്കും. അതിങ്ങനെ ഒരു പ്രോസസ്സായിട്ട് നടന്നുകൊണ്ടേയിരിക്കും. ഈ ഫീമെയിൽ ക്യാറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു റെസ്റ്റും കൊടുക്കില്ല. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഈ ഫീമെയിൽ ക്യാറ്റിന്റെ ഹെൽത്ത് പോവും, അതേപോലെ തന്നെ ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്കും അൺഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളായിരിക്കും. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഒരു ബ്രീഡറെ കുറിച്ച്, ഒരു ക്യാറ്റിനെ വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തരുന്ന ആളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഇനി ഒരു പൂച്ചക്കുഞ്ഞിനെ നിങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം നിങ്ങൾക്കൊരു പൂച്ചക്കുഞ്ഞിനെ നിങ്ങൾ കണ്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അത് മാത്രം നോക്കിയാൽ മതി. അപ്പൊ അതിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ തിരഞ്ഞെടുക്കുക. അത് ഓരോ ആൾക്കാർക്കും ഓരോ ടേസ്റ്റ് ആണ്. അതേപോലെ തന്നെ ബ്രീഡും, ട്രഡീഷണൽ ലോങ് ഹെയർ, പേർഷ്യന്, സൈബീരിയൻ ഫോറസ്റ്റ് ക്യാറ്റ്, ഈ ബ്രീഡുകളൊക്കെ തമ്മിൽ രാവും പകലും പോലുള്ള വ്യത്യാസങ്ങളുണ്ട്. അവരുടെ സ്വഭാവത്തിലാണെങ്കിലും അവരുടെ ബോഡിയിലാണെങ്കിലും എല്ലാം കൊണ്ട് തന്നെ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രീഡ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അത് നിങ്ങളെ ചോയ്സ് ആണ്. പിന്നെ ജെൻഡർ, ഏത് മെയിൽ എടുക്കണോ ഫീമെയിൽ എടുക്കണോ, കൂടുതൽ ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ ആണത്. ആൺപൂച്ചിനെ എടുക്കണോ പെൺപൂച്ചിനെ എടുക്കണോ എന്നുള്ളത്. നിങ്ങളിപ്പോ ഒരു ക്യാറ്റിനെ ഒറ്റയ്ക്ക് വളർത്താനാണ് നിങ്ങളെ പ്ലാൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾ മെയിൽ എടുത്താലും കുഴപ്പമില്ല, ഫീമെയിൽ എടുത്താലും കുഴപ്പമില്ല. പക്ഷെ മെയിൽ ക്യാറ്റുകൾക്കാണ് കുറച്ചും കൂടെ വലുപ്പവും അവരെ ഭംഗിയും നിലനിൽക്കാറുള്ളത് മെയിൽ ക്യാറ്റുകൾക്കാണ്. ഫീമെയിൽ ക്യാറ്റും മോശമൊന്നല്ല. അപ്പം ഈ ഒറ്റയ്ക്ക് വളർത്താനാണെങ്കിൽ മെയിലോ ഫീമെയിലോ നിങ്ങളെ ചോയ്സ് പോലെ എടുക്കാം. പക്ഷേ ഒറ്റയ്ക്ക് വളർത്തുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ചൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റെറിലൈസിങ്
ന്യൂട്രീഷനെ കുറിച്ചിട്ട്, അതായത് ക്യാറ്റിനെ ന്യൂട്ര ചെയ്യുന്ന വന്ധീകരിക്കുന്നതിനെ കുറിച്ചിട്ട് ഒരു 6 മാസമായി കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് ഒരു പൂച്ചനെ ഒറ്റയ്ക്ക് വളർത്താൻ ആ പ്ലാൻ എന്നുണ്ടെങ്കിൽ അതിനെ വന്ധീകരിച്ചിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് സ്വഭാവത്തിൽ പ്രശ്നങ്ങൾ വരും. അപ്പൊ അതും കൂടെ ഞാൻ ഈ വീഡിയോയുടെ ഇടയിൽ പറയുന്നില്ല. നമ്മൾ അതിനെക്കുറിച്ച് ഡെഡിക്കേറ്റഡ് ആയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അത് കണ്ടു നോക്കുക. പിന്നെ അപ്പൊ ജെൻഡർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാം. ഇനിയിപ്പോൾ അതല്ല, നിങ്ങളിപ്പം ഫ്യൂച്ചറിൽ കുറച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഉണ്ട് ആദ്യം ഒരു പൂച്ചക്കുഞ്ഞിനെ വാങ്ങി എന്നിട്ട് നമുക്കൊരു കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് അതിന് വേറൊരു പേരിനെ വാങ്ങിക്കാം എന്നുള്ള പ്ലാനുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ആദ്യം വാങ്ങിക്കേണ്ടത് ഒരു മെയിൽ ക്യാറ്റിനായിരിക്കണം. ആദ്യം തന്നെ പോയിട്ട് ഫീമെയിൽ ക്യാറ്റിനെ ഒരു കാരണവശാലും വാങ്ങിക്കാൻ പാടില്ല. സപ്പോസ് നിങ്ങൾക്ക് ഒരു പെയർ ക്യാറ്റിനെ പെട്ടെന്നൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഫീമെയിൽ ക്യാറ്റിനെ മാത്രം നിങ്ങൾ വളർത്തുകയാണെങ്കിൽ, അവര് സപ്പോസ് ഇണ ചേരുന്ന സമയത്ത് നിങ്ങളൊരു പേരിനെ കൊടുത്തു കഴിഞ്ഞാൽ അവര് അഗ്രസീവ് ആവും, ഫീമെയിൽ ക്യാറ്റുകൾ വയലന്റ് ആവും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം ഒരു ക്യാറ്റിനെ വാങ്ങി പിന്നീട് ഒരു ക്യാറ്റിനെ വാങ്ങാനാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു മെയിൽ ക്യാറ്റിനെ വാങ്ങിക്കാം. എന്നിട്ട് ആ മെയിൽ ക്യാറ്റിന് ഒരു 5 മാസമോ 6 മാസമോ ഒക്കെ പ്രായമാകുമ്പോൾ ഒരു ഫീമെയിൽ പൂച്ചക്കുഞ്ഞിനെ വാങ്ങിയിട്ട് അവന് പെയറായിട്ട് കൊടുക്കാം. അതല്ലാതെ ആദ്യം ഒരു ഫീമെയിലിനെ വാങ്ങിച്ചിട്ട് പിന്നെ ഒരു മെയിലിനെ വാങ്ങിച്ച് കൊടുക്കാതിരിക്കുക. അവർ പ്രായത്തിന്റെ ഡിഫറൻസ് ഒക്കെ വളരെ വലുതായിരിക്കും. പിന്നെ ഏജ്, എത്ര പ്രായത്തിലുള്ള പൂച്ചക്കുഞ്ഞിനെയാണ് വാങ്ങിക്കേണ്ടത്? ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ 60 ദിവസത്തിന് മുകളിലോട്ട് പ്രായമുള്ള പൂച്ചക്കുഞ്ഞിനെ മാത്രം വാങ്ങിക്കുക. പല ആൾക്കാരും 40 ദിവസം 45 ദിവസം 50 ദിവസമൊക്കെ പ്രായമുള്ള പൂച്ചക്കുഞ്ഞിനെ വാങ്ങിച്ചിട്ട് വളർത്താൻ തുടങ്ങുന്ന ആളുകളുണ്ട്. ചിലപ്പം അത് ലക്കിയാണ്, 50-50 ചാൻസാണ്. ചിലപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല, ചിലപ്പോൾ ആകെ പ്രശ്നമായിരിക്കും. എപ്പോഴും നമുക്ക് സേഫ് ആയിരിക്കാൻ നല്ലത് 60 ദിവസത്തിന് മുകളിലോട്ട് പ്രായമുള്ള പൂച്ചക്കുഞ്ഞുങ്ങളെ വാങ്ങി വളർത്തുന്നതാണ്. അത് പല ആൾക്കാരും ഈ പ്രായം കുറഞ്ഞ പൂച്ചക്കുഞ്ഞുങ്ങൾ എൻ്റെ അടുത്താണെന്നുണ്ടെങ്കിലും പല ആൾക്കാരും ചോദിച്ചു വരില്ല, ഏട്ടാ എനിക്കൊരു പൂച്ചക്കുഞ്ഞിനെ വേണം. അപ്പോൾ ഓക്കെ മോനെ, പൂച്ചക്കുഞ്ഞിനെ തരാം, ഞാൻ ഫോട്ടോ വീഡിയോ ഒക്കെ അയച്ചു കൊടുക്കും. അപ്പം ഏട്ടാ ഇതിന് പ്രായം എത്ര ആയിട്ടുണ്ടെന്ന് ചോദിക്കും എൻ്റെ അടുത്ത്. അപ്പം ഞാൻ പറയും മോനെ ഇപ്പം ഇതിന് 65 ദിവസം പ്രായമായിട്ടുണ്ട്. അപ്പം അയ്യോ 65 ദിവസമായിട്ടുണ്ടെങ്കിൽ വേണ്ട ഏട്ടാ, എനിക്കൊരു 40-45 ദിവസമൊക്കെ പ്രായമുള്ള പൂച്ചക്കുഞ്ഞിനെ വേണ്ട. ഞാൻ പറഞ്ഞു മോനെ അങ്ങനെയാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടൂല, ഞാൻ മിനിമം 60 ദിവസത്തിന് മുകളിലോട്ട് പ്രായമുള്ള പൂച്ചക്കുഞ്ഞുങ്ങളെ മാത്രമേ വിൽക്കാറുള്ളൂ. അപ്പം അല്ല ഏട്ടാ, നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് പേര് 40-45 ദിവസം പ്രായമാകുമ്പോൾ തന്നെ പൂച്ചക്കുഞ്ഞുങ്ങളെ വിൽക്കുന്നുണ്ടല്ലോ എന്ന് പറയും. അപ്പം ആളുകൾക്ക് ഇങ്ങനെ വിൽക്കാം എന്നുള്ള ഒരു ധാരണ വരാനുള്ള കാരണം, നമ്മളിപ്പം നായക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ, നായക്കുഞ്ഞുങ്ങളൊക്കെ ഞാൻ കൂടുതൽ ആൾക്കാർ വിൽക്കുന്ന കണ്ടിട്ടുണ്ട് 40 ദിവസം 45 ദിവസം. അതേപോലെ തൂവല് മുളക്കാൻ തുടങ്ങുന്ന കയ്യിൽ വെച്ചിട്ട് ഭക്ഷണം കൊടുക്കുന്ന പക്ഷി കുഞ്ഞുങ്ങളൊക്കെ വിൽക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതൊക്കെ കണ്ടിട്ടാന്ന് തോന്നുന്നു പൂച്ചക്കുഞ്ഞുങ്ങൾ ആളുകൾ വളരെ ചെറിയ പ്രായത്തിൽ വിൽക്കാനും വാങ്ങാനൊക്കെ തുടങ്ങുന്നത്. പക്ഷെ ഒരു കാരണവശാലും നിങ്ങളത് ചെയ്യരുത്. കാരണം ഇവർ മദർ ക്യാറ്റിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പം ഒരു മദർ ക്യാറ്റ് അതിന്റെ പാരന്റ്സിന്റെ കയ്യിൽ, ഇപ്പൊ എന്റെ കയ്യിലുള്ള ഒരു ക്യാറ്റ്, ഇപ്പൊ ഈ ക്യാറ്റ് ഇപ്പൊ എൻ്റെ അടുത്ത് പെരുമാറുന്നത് ഇതിന്റെ അമ്മയും അച്ഛനും എൻ്റെ അടുത്ത് എങ്ങനെ പെരുമാറുന്നു എന്നത് കണ്ടിട്ടാണ് ഈ ക്യാറ്റ് എൻ്റെ അടുത്ത് പെരുമാറുന്നത്. ഇപ്പൊ ഈ കളിക്കുന്നതും എല്ലാം ആ രീതിയിലാണ്. ഇപ്പം അവര് അപ്പിടാൻ പഠിക്കുന്നതും അവര് നമ്മളെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവര് കെട്ടിപ്പിടിക്കുന്നതും എല്ലാം ഈ അമ്മനെയും അച്ഛനെയും കണ്ടിട്ടാണ് പൂച്ചക്കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്. അപ്പൊ അതിനുള്ളൊരു സമയം നമ്മൾ കൊടുക്കണം. ഇവരെ ബുദ്ധി വളരുന്നത് തുടങ്ങുന്നത് തന്നെ 50 ദിവസത്തിന് ശേഷം. അപ്പൊ നമ്മൾ 50 ദിവസത്തിന് മുമ്പേ നമ്മൾ പൂച്ചക്കുഞ്ഞിനെ വാങ്ങിക്കുമ്പോൾ ഇവർ പല കാര്യങ്ങളും പഠിക്കാനുള്ളത് പഠിക്കാതെ നമ്മൾ പൂച്ചക്കുഞ്ഞിനെ വാങ്ങിക്കും. അപ്പൊ പിന്നെ അതിന്റെ പുറമെ ഇമ്മ്യൂണിറ്റിന്റെ പ്രശ്നങ്ങൾ, പാലില്ലാത്ത പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ വേറെ വരുന്നുണ്ട്. അപ്പൊ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, 60 ദിവസത്തിന് മുകളിൽ മാത്രം പ്രായമുള്ള പൂച്ചക്കുഞ്ഞുങ്ങളെ വാങ്ങിക്കുക. അത് മാക്സിമം നിങ്ങൾക്ക് ഒരു 3-3.5 മാസം വരെ പ്രായമുള്ള പൂച്ചക്കുഞ്ഞുങ്ങളെ ഫസ്റ്റ് ടൈം ആയിട്ട് വളർത്തുന്ന ആൾക്കാരാണെങ്കിൽ വാങ്ങിക്കുക. ഒരു 4 മാസത്തിന് മുകളിലുള്ള പൂച്ചക്കുഞ്ഞുങ്ങളെ ഫസ്റ്റ് ടൈം ഓണേഴ്സ് വാങ്ങി വളർത്താതിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ആ പൂച്ചക്കുഞ്ഞ് 4 മാസത്തിന് മുകളിലൊക്കെ പ്രായമുള്ളതൊക്കെ ആണെങ്കിൽ എന്താ പറയാ, അത്യാവശ്യം നല്ല ഫ്രണ്ട്ലി ആണെന്നുള്ള ബ്രീഡർ ഒരു ഗ്യാരണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. അതല്ലാന്നുണ്ടെങ്കിൽ 60 ദിവസം തൊട്ടിട്ട് ഒരു 105 ദിവസം വരെ, അതായത് 2 മാസം തൊട്ടിട്ട് 3.5 മാസത്തിന്റെ ഇടയിൽ പ്രായമുള്ള പൂച്ചക്കുഞ്ഞുങ്ങളെ വേണം നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ട് വളർത്തുന്നതാണെങ്കിൽ വാങ്ങാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ പൂച്ചക്കുഞ്ഞ് എത്ര ദിവസം അമ്മന്റെ പാല് കുടിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ബ്രീഡറോട് ചോദിച്ച് മനസ്സിലാക്കണം. അപ്പം ബ്രീഡർ പറയുകയാണ് ഈ പൂച്ചക്കുഞ്ഞ് 40 ദിവസം പാല് കുടിച്ചതാണ്, ഇപ്പൊ അതിന് പ്രായം 55 ദിവസമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പൂച്ചക്കുഞ്ഞിനെ വാങ്ങാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അപ്പൊ നിങ്ങൾ ചോദിക്കും അവരുടെ അടുത്ത്, എന്താണ് പൂച്ചക്കുഞ്ഞ് 55-60 ദിവസം അമ്മന്റെ പാല് കുടിക്കേണ്ടതല്ലേ എന്ന് നിങ്ങൾ ചോദിക്കും. അപ്പൊ അവർ പറയാൻ പോകുന്ന കാര്യം, എൻ്റെ പൂച്ചക്കുഞ്ഞ് 25 ദിവസം 30 ദിവസമൊക്കെ ആകുമ്പോൾ തന്നെ ഭക്ഷണം സ്വയം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് നേരത്തെ പാല് കൂടി നിർത്തിയതാണെന്ന് പറയും. പിന്നെ വല്ലപ്പോഴേ പാല് കൊടുക്കുന്നുള്ളൂ എന്നും അങ്ങനെയൊക്കെ കാരണങ്ങളാ പറയാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പൂച്ചക്കുഞ്ഞ് സ്വയം ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടെ വിഷയം. അവര് ഒറ്റക്ക് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും
അമ്മന്റെ പാല് അവര് മസ്റ്റായിട്ട് കുടിച്ചിരിക്കണം. അതിൽ ഒരുപാട് നമ്മൾ എത്ര ക്യാഷ് കൊടുത്തു കഴിഞ്ഞാലും കിട്ടാത്ത അത്ര വൈറ്റമിൻസും മിനറൽസും അവരെ ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സംഗതികൾ ആ പാലിലുണ്ട്. അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ മിനിമം 55 ദിവസം, പറ്റുകയാണെങ്കിൽ 60 ദിവസം പാല് കുടിച്ച ഒരു പൂച്ചക്കുഞ്ഞിനെ വേണം നിങ്ങൾ എപ്പോഴും വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അതിന് താഴെ കുടിച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ എത്ര വില കുറച്ചിട്ട് തരാമെന്ന് പറഞ്ഞാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ വാങ്ങിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ നിങ്ങൾ അവരോട് ചോദിക്കേണ്ടത് അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉള്ള ക്യാറ്റ് അല്ലേ എന്ന് ചോദിക്കാം. അപ്പൊ നിങ്ങളിപ്പം സോഷ്യൽ മീഡിയയിലെ കൂടെ ഒക്കെ കണ്ട് നേരിട്ട് പോയിട്ട് കാണാതൊക്കെ വാങ്ങിക്കുന്ന കേസൊക്കെ ആണെങ്കിൽ അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ എന്ന് ചോദിക്കാം. പിന്നെ ചെള്ളുണ്ടോ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുക. സ്കിന്നിന് ഇൻഫെക്ഷൻ, അതായത് ഇപ്പൊ ചെള്ളുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ രോമം കൊഴിഞ്ഞു പോയിട്ട് രോമങ്ങളൊക്കെ പൊട്ടി പോകും. അപ്പൊ ചെള്ളുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുക. അല്ലെങ്കിൽ നേരിട്ട് വാങ്ങുകയാണെങ്കിൽ അത് നിങ്ങൾ ചെക്ക് ചെയ്യുക, രോമങ്ങളൊക്കെ വിടർത്തിയൊക്കെ നോക്കുക. സ്കിന്നി ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടോ നോക്കുക. ഒന്ന് വാലുകളൊക്കെ കറക്റ്റ് ആണോ, ഏതെങ്കിലും ഭാഗത്ത് രോമം കൊഴിഞ്ഞു പോയിട്ട് കഷണ്ടി പോലെ ആയതുണ്ടോ എന്നൊക്കെ നോക്കുക. എവിടെയെങ്കിലും ഡാൻഡ്രഫ്, തലയിലൊക്കെ കാണുന്ന താരം ഉണ്ടല്ലോ, ആ താരം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഏതെങ്കിലും ഭാഗത്തുണ്ടോ എന്നൊക്കെ നോക്കുക. അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ നോക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഫുള്ള് ഇങ്ങനെ മസാജ് ചെയ്ത് നോക്കുക എല്ലാ ഭാഗവും. അപ്പൊ ഇങ്ങനെ മസാജ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് എവിടെയെങ്കിലും ഒരു തരിതരി പോലെ കാണുകയാണെന്നുണ്ടെങ്കിൽ, ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ഇവിടെ ഇങ്ങനെ ഒരു തരിതരി പോലെ കണ്ടു, അപ്പൊ നിങ്ങൾ അവിടുത്തെ രോമങ്ങളൊക്കെ മാറ്റിയിട്ട് അവിടുത്തെ തൊലി ശരിക്ക് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം എന്തെങ്കിലും സ്ക്രാച്ചുകളോ അല്ലാന്നുണ്ടെങ്കിൽ ഡാൻഡ്രഫ് പോലെ എന്തെങ്കിലും പൊടിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മസ്റ്റായിട്ട് എന്ത് ചെയ്യുക, അത് നോട്ട് ചെയ്യുക. എന്നിട്ട് അത് വാങ്ങാതിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആ അസുഖം മാറ്റിയതിന് ശേഷം മാത്രം വാങ്ങിക്കുക. അപ്പം അത് ഈ സ്കിൻ ഇൻഫെക്ഷൻ ഒക്കെ ഉള്ള ക്യാറ്റൊക്കെ ആണെങ്കിൽ അത് ഏത് നിമിഷം വേണമെന്നുണ്ടെങ്കിലും ഫുൾ ബോഡിയിലോട്ട് സ്പ്രെഡ് ആയിട്ട് ക്യാറ്റിന്റെ ബോഡി കംപ്ലീറ്റ് ചൊറി പിടിച്ചതുപോലെയൊക്കെ ആവും. അപ്പൊ അതൊക്കെ നല്ല വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല വൃത്തിയിൽ വളർത്തുന്ന പൂച്ചക്കുഞ്ഞാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. പിന്നെ വാക്സിനേഷൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് പൂച്ചക്കുഞ്ഞിനെ തരുന്ന ആളോട് നിങ്ങൾ ചോദിക്കാം. ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ വാക്സിനേഷൻ എടുത്തതിന് ശേഷം അവരെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് നല്ലത്. പ്രായമായിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം റാബിസ് വാക്സിൻ ഒക്കെ എന്ന് പറഞ്ഞാൽ 3 മാസത്തിന് ശേഷം എടുക്കാൻ പാടുള്ളൂ. അപ്പൊ 2 മാസമൊക്കെ ആയ പൂച്ചക്കുഞ്ഞിനെയാണ് നിങ്ങൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് ഡോസ് എങ്കിലും എടുത്തിട്ട് തരാൻ വേണ്ടിയിട്ട് പറയാം. ഇനിയിപ്പം വളരെ ചീപ്പ് പ്രൈസിനൊക്കെ പൂച്ചക്കുഞ്ഞുങ്ങളെ വെക്കുന്ന ഒരാളാകുമ്പോൾ വാക്സിനേഷനും കൂടി എടുത്ത് തരല് ചിലപ്പോൾ അവർക്ക് മുതലാവില്ല. അപ്പം നിങ്ങൾ പറയാം വാക്സിനേഷന്റെ ചാർജ് ഞാൻ എക്സ്ട്രാ തരാം, വാക്സിൻ എടുത്ത് തന്നാൽ അത്രയും നല്ലത് അതാണെന്ന് പറയാം. അങ്ങനെ വാക്സിനേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ പെറ്റ് പാസ്പോർട്ട് കിട്ടും. പെറ്റ് പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇതേപോലുള്ളൊരു പെറ്റ് പാസ്പോർട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അത് വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ കിട്ടും. അതിൻ്റെ അകത്ത് ഈ ക്യാറ്റിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാവും. അതേപോലെ തന്നെ ഡീവോമിങ് ചെയ്ത ഹിസ്റ്ററി, വാക്സിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ സ്റ്റിക്കർ, അതിന്റെ സീനേഴ്സ് അതിലൊക്കെ ഉണ്ടാവും. അപ്പൊ ഇത് നമ്മൾ പൂച്ചക്കുഞ്ഞിനെ ഇവിടുന്ന് കൊടുക്കുമ്പോൾ അതിന്റെ കൂടെ കൊടുക്കുന്നതാണ്. അപ്പം ഇതേപോലെ തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാ ബ്രീഡേഴ്സും തന്നെ കേരളത്തിലുള്ള. അപ്പം നല്ല ഈ പറഞ്ഞ വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ അതേപോലെ ഒരു ബുക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവർ ക്യാറ്റിന്റെ കൂടെ അവർ തരും. പിന്നെ ഡിവോമിംഗ് ഒക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് പരിശോധിക്കുക, അത് ചെക്ക് ചെയ്യുക, അവരോട് ചോദിച്ച് മനസ്സിലാക്കുക ഏത് മരുന്നാണ് കൊടുത്തതെന്നൊക്കെ ചോദിക്കുക. ജനിച്ചു കഴിഞ്ഞാൽ ഒരു പൂച്ചക്കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ആഴ്ച തൊട്ടിട്ട് തന്നെ ആ പൂച്ചക്കുഞ്ഞിന് മൾട്ടിവൈറ്റമിനും കാര്യങ്ങളൊക്കെ കൊടുക്കണം. എന്നാലാണ് ആ പൂച്ചക്കുഞ്ഞ് നല്ല ഹെൽത്തി ആയി നല്ല ആരോഗ്യത്തോട് കൂടിയിട്ട് ഫ്യൂച്ചറിൽ ജീവിക്കുകയുള്ളൂ. അപ്പം ജീവിക്കുന്നത് നിങ്ങൾ നോക്കണ്ട, അത് തട്ടിമുട്ടി അമ്മന്റെ പാലിന്റെ മുകളിൽ അങ്ങോട്ട് പോകുന്നതാണ്. അപ്പൊ ഇവർ അത്യാവശ്യത്തിന് നല്ല ബോൺ സൈസും നല്ല ബോഡി വെയിറ്റും ഹെൽത്തി ഒക്കെ ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ജനിച്ചപ്പം മുതൽ തന്നെ അവർക്ക് അതിനനുസരിച്ചുള്ള മൾട്ടിവൈറ്റമിനും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പം അങ്ങനെയുള്ള ഇതൊക്കെ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് ബ്രീഡറോട് ചോദിക്കുക. എന്നിട്ട് അതേപോലെ തന്നെ അത് ഏതൊക്കെയാണ് കൊടുത്തതും എന്നുള്ളത് ചോദിക്കുക. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഏതൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതും അവരോട് ചോദിച്ച് മനസ്സിലാക്കുക പൂച്ചക്കുഞ്ഞിനെ വാങ്ങിക്കുന്ന സമയത്ത്. പിന്നെ സോഷ്യൽ മീഡിയയിൽ കൂടെ നിങ്ങൾ വാങ്ങിക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നേരിട്ടിട്ട് ഒരു പൂച്ചക്കുഞ്ഞിനെ കാണാതെ ഫോട്ടോ വീഡിയോ ഒക്കെ കണ്ടിട്ട് വാങ്ങിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു വീഡിയോ കോൾ ചെയ്തിട്ട് ആ പൂച്ചക്കുഞ്ഞിനെ കണ്ടിട്ട് വാങ്ങിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പം അവരോട് നിങ്ങൾക്ക് ക്യാറ്റിനെ തരുന്ന ആളോട് ചോദിക്കുക, നിങ്ങൾ ഫോട്ടോ വീഡിയോ ഒക്കെ തന്നു, ഓക്കെയാണ്, എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്യാറ്റിനൊന്ന് വീഡിയോ കോൾ ചെയ്യണം. വീഡിയോ കോൾ ചെയ്തിട്ട് ക്യാറ്റ് കളിക്കുന്നതും നടക്കുന്നതൊക്കെ ഒന്ന് കാണിച്ചതാ, എന്നിട്ട് ഞാൻ ക്യാഷ് അയച്ചു തരാം, എന്നിട്ട് ഞാൻ ക്യാറ്റിനെ എടുക്കാന്ന് പറയാം. ഇനിയിപ്പോൾ സപ്പോസ് ചിലപ്പോൾ ഇതിന്റെ ഇടയിൽ ചിലപ്പം റീസെല്ലർ ഉണ്ടാവും, ഒരു ഏജന്റ് ഉണ്ടാവും. ചില ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്പം റീസെല്ലിംഗ് എന്ന് പറഞ്ഞാൽ മോശമായിട്ടുള്ള ഒരു ജോലിയല്ല. അവർ ചെറിയൊരു കമ്മീഷൻ എടുത്തിട്ടാണ് പൂച്ചക്കുഞ്ഞിനെ നമുക്ക് തരിക. നല്ല റീസെല്ലേഴ്സിന്റെ കയ്യിൽ നിന്ന് ക്യാറ്റിനെ വാങ്ങിക്കാം, പ്രശ്നമുള്ള കാര്യമല്ല. അപ്പം ചിലപ്പോൾ റീസെല്ലേഴ്സിന് ഈ വീഡിയോ കോൾ അറേഞ്ച് ചെയ്ത് തരാൻ പ്രയാസം ഉണ്ടാവും. കാരണം ഇവർ ഈ ക്യാറ്റിനെ നേരിട്ട് കാണുന്ന പോലും ഉണ്ടാവില്ല. ഇവർ അതിന്റെ ഇടയിൽ ഒരു ബ്രോക്കറായി നിന്നിട്ട് നമുക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത്.
അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്യാറ്റിന്റെ ഒരു ഡിഫറെന്റ് ആംഗിളിലുള്ള ക്യാറ്റ് നടക്കുന്നതും കളിക്കുന്നതും പറ്റുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു 2-3 വീഡിയോ നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം സോഷ്യൽ മീഡിയയിലൂടെ ക്യാറ്റിനെ എടുക്കുക. പിന്നെ ക്യാഷ് കൊടുക്കുന്നതിന് മുമ്പ് ഇതിങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ഞാൻ പറഞ്ഞു പോകുന്നതാണ്, നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ക്യാഷ് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ബ്രീഡറും കൂടെ, നിങ്ങൾക്ക് ക്യാറ്റിന് തരുന്ന ആളും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് ധാരണ ആയിട്ടുണ്ടായിരിക്കണം. അതിൽ ഒന്നാമത്തെ, ക്യാറ്റിന് ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളിപ്പം മലപ്പുറത്തുള്ള ഒരാളാണ്, കാസർഗോഡ് നിന്നോ അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്ന് ഒരു പൂച്ചക്കുഞ്ഞിനെ വാങ്ങിക്കുകയാണ്. അപ്പം ഈ വാങ്ങിക്കുന്ന ആളും നിങ്ങൾക്ക് ക്യാറ്റിനെ തരുന്ന ആളോട് ക്യാഷ് അയച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് പറയണം, 24 മണിക്കൂർ ക്യാറ്റ് ഇവിടെ എത്തി 24 മണിക്കൂറിനകം ക്യാറ്റിന് ചെള്ള്, സ്കിൻ ഇൻഫെക്ഷന് അല്ലാന്നുണ്ടെങ്കിൽ മേജർ ആയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്യാറ്റിന് ഡെലിവറി ചാർജ്, ഇങ്ങോട്ട് എത്തിച്ച ചാർജ് അടക്കം ഉൾപ്പെടെ റീഫണ്ട് ചെയ്തിട്ട് ക്യാറ്റിനെ തിരിച്ചെടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് ക്യാറ്റിനെ തരുന്ന ആളോട് സംസാരിച്ച് ഒരു ധാരണ ആയിരിക്കണം. ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും. നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും ക്യാറ്റിന് അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് അയക്കുമ്പം പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു, ഇപ്പൊ അവിടെ എത്തിയതിനു ശേഷം വന്ന പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് അവർ കൈമലർത്തും. അപ്പം അതിന് 24 മണിക്കൂർ മതി സമയം. 24 മണിക്കൂർ സമയം കൊടുക്കുന്നതാണ് നല്ലത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലും കൂടുതൽ സമയം ചോദിച്ചാൽ അവർക്ക് തരാൻ പറ്റില്ല. ഇപ്പൊ ഞാനാണ് ഇപ്പം വിൽക്കുന്ന ഒരാൾ, ഞാനിപ്പോൾ നിങ്ങൾക്ക് പൂച്ചക്കുഞ്ഞിനെ വിൽക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്നതാണ് 24 മണിക്കൂറിനകം നിങ്ങൾക്ക് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാം, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ക്യാറ്റിനെ പരിശോധിക്കുക, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ക്യാറ്റിനെ ഞാൻ ഫുൾ എമൗണ്ട് റീഫണ്ട് ചെയ്തിട്ട് ക്യാറ്റിനെ തിരിച്ചെടുക്കും എന്നുള്ളത് എല്ലാവരുടെ അടുത്തും പറയുന്ന കാര്യമാണ്. പക്ഷെ 24 മണിക്കൂറിൽ കൂടുതൽ ഞാൻ സമയം ആർക്കും കൊടുക്കൂല. കാരണം ഒന്ന്, ജീവനുള്ളതാണ്. മനുഷ്യന്മാർ അതേപോലെ തന്നെ. ഇപ്പൊ ഞാൻ നിങ്ങളെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കുന്ന ഞാൻ ഇന്ന് രാത്രി ഉണ്ടാവില്ല എന്നുള്ളത് പറയാൻ പറ്റൂല. നമുക്കൊരു അറ്റാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖമോ കാര്യങ്ങളോ ഒരു ആക്സിഡന്റോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ തട്ടിപ്പോകും. അത്രയേ ഉള്ള ഒരു ഏത് ജീവനുള്ള ഇതിന്റെയും ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ. അപ്പൊ 24 മണിക്കൂറിനകം എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. നമ്മൾ വീട്ടിലെത്തിയ ഉടനെ ഒരു പൂച്ചക്കുഞ്ഞിനെ കയ്യിലെത്തി കഴിഞ്ഞാൽ ഒന്നിങ്ങനെ ഊതിയൊക്കെ നോക്കുക, ഫുൾ ഊതി നോക്കുക, എന്തെങ്കിലും തരത്തിലുള്ള കറുപ്പ് കുത്തുകളോ ചെള്ളോ ജീവനുള്ള സാധനം ഓടി നടക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. പിന്നെ എല്ലാ സ്ഥലവും തൊട്ട് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫംഗലോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഫോട്ടോ എടുക്കുക, അവർക്ക് അയച്ചു കൊടുക്കുക. സ്കിൻ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറയാം. പിന്നെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ പ്രോബ്ലംസ് ഒക്കെ, ക്യാറ്റ് അടിപൊളിയാണെന്നുണ്ടെങ്കിൽ ചെള്ളോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള സ്കിൻ ഇൻഫെക്ഷൻ ഒക്കെ ഉള്ളുന്നുണ്ടെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റിന്റെ ക്യാഷ് അവരോട് അത് മാത്രം റീഫണ്ട് ചെയ്തിട്ട് വാങ്ങിക്കുക. മേജർ ആയിട്ടുള്ള എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ക്യാറ്റിനെ തിരിച്ചയച്ചു കൊടുത്തിട്ട് ഫുൾ എമൗണ്ട് റീഫണ്ട് ചെയ്തിട്ട് വാങ്ങിക്കണം കേട്ടോ. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് തരാൻ പറ്റും എന്നുള്ളത് ഈ ക്യാഷ് അയച്ചു കൊടുക്കുന്നതിന് മുമ്പ് അയാളോട് ഒരു ധാരണ ആയിട്ട് വെക്കുന്നത് നല്ലതാണ്. അത് പറ്റുകയാണെങ്കിൽ വോയിസ് മെസ്സേജ് വഴി സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം, നമുക്കൊരു തെളിവിന് വേണ്ടിയിട്ട്. പിന്നെ കിറ്റണ വാങ്ങുന്ന സമയത്ത് അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ചോദിച്ച് വാങ്ങേണ്ട കാര്യം ഒന്ന്, ഇതേപോലത്തെ ഒരു പെറ്റ് പാസ്പോർട്ട്. ഈ പെറ്റ് പാസ്പോർട്ടിന്റെ അകത്ത് തന്നെ ഡീവോമിങ് ചെയ്ത ഹിസ്റ്ററി ഉണ്ടാവും. അതേപോലെ തന്നെ വാക്സിനേഷൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വാക്സിനേഷൻ ചെയ്ത ഇതിൽ സ്റ്റിക്കർ ഉണ്ടാവും. ഇപ്പം ഇയാളിപ്പം വാക്സിനേഷൻ ചെയ്തത് അതാണ്ട ഇതേപോലത്തെ ഒരു സ്റ്റിക്കർ ഉണ്ടാവും. അപ്പം സ്റ്റിക്കർ, ഡോക്ടർ സീലും സൈനൊക്കെ ഉണ്ടാവും. പിന്നെ കേരളത്തിൽ നിന്ന് പുറത്തുനിന്നൊക്കെയാണ് നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു സ്റ്റേറ്റിന്റെ അപ്പുറത്തേക്ക് വാങ്ങിക്കുകയാണെങ്കിൽ ക്യാറ്റിന്റെ ഹെൽത്ത് സർട്ടിഫിക്കറ്റും കൂടെ ചോദിച്ചു വാങ്ങുക. ഹെൽത്ത് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പം ഇവിടുന്ന് ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തേക്കും പൂച്ചക്കുഞ്ഞുങ്ങളെ കൊടുക്കുന്ന, അപ്പം ഈ പറഞ്ഞ ഈ ക്യാറ്റിന്റെ വീഡിയോ കാര്യങ്ങളോ ഒക്കെ കണ്ടിട്ടാ. പക്ഷെ ഈ ക്യാറ്റിനെ അവർ നേരിട്ട് കാണാത്തതുകൊണ്ട് തന്നെ അവർക്കൊരു വിശ്വാസക്കുറവ് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഒരു ധൈര്യത്തിന് നമ്മൾ ഇതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക. ഒരു ഡോക്ടർ, നമുക്ക് വേറൊരു ഡോക്ടർ കംപ്ലീറ്റ് ആയിട്ട് ചെക്ക് ചെയ്തിട്ട് ക്യാറ്റിന് ചെള്ളില്ല, ഫംഗലില്ല, ഡിവോംഡ് ആണ്, ക്യാറ്റിന് മറ്റുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നുള്ളതൊക്കെ, ഹെൽത്തി ആണ് ട്രാവൽ ചെയ്യാനെന്നുള്ള രീതിയിൽ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഒരു ഡോക്ടറെ അടുത്ത് കിട്ടും. അപ്പൊ നമ്മൾ കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് ക്യാറ്റിനെ വാങ്ങുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ഹെൽത്ത് സർട്ടിഫിക്കറ്റും കൂടെ ചോദിച്ചു വാങ്ങുക. അതുണ്ടെങ്കിലേ ക്യാറ്റിനെ പർച്ചേസ് ചെയ്യുള്ളൂ എന്നുള്ളത് നിർബന്ധം പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു ഡോക്ടറെ കൊണ്ടുപോയിട്ട് കാണിച്ച് ഡോക്ടർ സീൽ അടക്കമുള്ള ഒരു ഹെൽത്ത് സർട്ടിഫിക്കറ്റിന്റെ ഫോട്ടോ അയച്ചു തരും. അപ്പം ആ ഹെൽത്ത് സർട്ടിഫിക്കറ്റ് ഈ ബുക്കിന്റെ കൂടെ തന്നെ ചോദിച്ചു വാങ്ങിക്കാം. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഞാനിപ്പോൾ ഈ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് പല ആൾക്കാർക്കും തോന്നിയിട്ടുണ്ടാവും ഞാനൊരു ക്യാറ്റിനെ സെയിൽ ചെയ്യുന്ന ഒരാളാണ്, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇത് ഇയാളെ കയ്യിൽ നിന്ന് ക്യാറ്റിനെ വാങ്ങാനുള്ള ഒരു ഇതല്ലേ എന്ന് നിങ്ങൾക്ക് പല ആൾക്കാർക്കും തോന്നും. അതിന്റെ ഒരു ആവശ്യം, നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് ക്യാറ്റിനെ വാങ്ങുകയോ വേണ്ട കേട്ടോ. നിങ്ങൾ സപ്പോസ് ഒരു പൂച്ചക്കുഞ്ഞിനെ വാങ്ങി പെട്ട് കഴിഞ്ഞു എന്ന് വിചാരിക്കുക, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എനിക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുക്കാം. അതിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് അറിയുന്ന കാര്യങ്ങൾ ഞാൻ ഫ്രീ ആവുന്ന സമയത്ത്, എപ്പോഴും എനിക്കിതേ നോക്കി നിൽക്കാൻ സമയം കിട്ടാറില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് നിങ്ങൾ വാട്സപ്പിലൂടെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് തികച്ചും ഫ്രീ ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റിപ്ലൈ തരും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ കയ്യിൽ നിന്ന് പൂച്ചക്കുഞ്ഞിനെ വാങ്ങാൻ വേണ്ടിയിട്ട്
അല്ല ഞാൻ ഈ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നത്. ഇപ്പൊ നിങ്ങളിപ്പോ എന്റെ കയ്യിൽ നിന്ന് ഒരു പൂച്ചക്കുഞ്ഞിനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ കയ്യിൽ എപ്പോഴും തരാനും ഉണ്ടാവാറില്ല. ഞാൻ വളരെ ലിമിറ്റഡ് ആയിട്ട് വളരെ കുറച്ച് മാത്രം ബ്രീഡിങ് ചെയ്യുന്ന ഒരാളാണ്. അതേപോലെ തന്നെ വളരെ ചീപ്പ് പ്രൈസിനും ഞാൻ പൂച്ചക്കുഞ്ഞുങ്ങളെ വിൽക്കാറില്ല. വിൽക്കുന്ന പൂച്ചക്കുഞ്ഞുങ്ങളെ നല്ല ടോപ്പ് ക്വാളിറ്റി ഉള്ള പൂച്ചക്കുഞ്ഞുങ്ങളെയാണ് ഞാൻ സെയിൽ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ പൂച്ചക്കുഞ്ഞുങ്ങളെ വാങ്ങിക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരാളും തന്നെ ഒരു സാധനം വെറുതെ വില കുറച്ചിട്ട് കൊടുക്കൂല. അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. നിങ്ങൾ വളരെ വില കുറഞ്ഞ വളരെ ലോ ക്വാളിറ്റി ഒരു പൂച്ചക്കുഞ്ഞിനെ പോയിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത്, നിങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവന്ന് കുറച്ച് ദിവസത്തിനകം അത്ര തന്നെ ക്യാഷ് വീണ്ടും ആ ക്യാറ്റിന്റെ മുകളിൽ ന്യൂട്രിയൻസ് ആയിട്ടും നല്ല ക്വാളിറ്റിയുള്ള ഫുഡായിട്ടും പല രീതിയിൽ നിങ്ങൾക്ക് ചിലവാകും. അസുഖങ്ങൾ വരുമ്പോൾ മരുന്നായിട്ടൊക്കെ ചികിത്സിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ഒരു ഉദാഹരണം പറയാം, കുറച്ച് ക്യാഷിന് ഒരു ക്യാറ്റിനെ വാങ്ങി, ചെറിയ എമൗണ്ടിന് ക്യാറ്റിനെ വാങ്ങിച്ചതിന് ശേഷം പിന്നെ പലപ്പോഴായിട്ട് കുറേശ്ശെ ക്യാഷ് എന്തായാലും അതിന്റെ മുകളിൽ ചിലവാക്കേണ്ടി വരും. അതിനേക്കാളും നല്ലത് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത്, വാങ്ങുന്ന സമയത്ത് കുറച്ച് വെയിറ്റ് ചെയ്ത്, നിങ്ങൾക്ക് ഫൈനാൻഷ്യലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 3000 രൂപ 4000 രൂപയും കൂടി അധികം കൊടുത്തു കഴിഞ്ഞാൽ ടോപ്പ് ക്വാളിറ്റി ചിലപ്പോൾ പൂച്ചക്കുഞ്ഞിനെ കിട്ടും. അപ്പം അങ്ങനത്തെ പൂച്ചക്കുഞ്ഞുങ്ങളെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാനാണ് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാം. ഒരാളും തന്നെ ഒരു സാധനം വെറുതെ വില കുറച്ച് കൊടുക്കൂല. അതേപോലെ തന്നെ ഒരാൾക്കും തന്നെ വെറുതെ ഒരു സാധനം വില കൂട്ടിയിട്ട് വിൽക്കാനും പറ്റില്ല. അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി വേണം. പിന്നെ ഞാനിപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ എപ്പോഴും നല്ല പാരൻസിന്റെ പൂച്ചക്കുഞ്ഞുങ്ങളെ തിരഞ്ഞെടുക്കുക. നല്ല ഭംഗിയുള്ള പാരൻസിന്റെ പൂച്ചക്കുഞ്ഞുങ്ങളെ തിരഞ്ഞെടുക്കുക. കാരണം പൂച്ചക്കുഞ്ഞ് ചെറുപ്പത്തിൽ ഉണ്ടാവുന്ന ഭംഗി നിങ്ങൾ വെച്ചിട്ട് നോക്കിയാൽ വേണ്ട. ചെറുപ്പത്തിലുള്ളതിനേക്കാളും ഭംഗി നല്ല ബ്രീഡല്ല, നല്ല ലൈനേജിൽ പെടാത്ത പൂച്ചക്കുഞ്ഞുങ്ങളാണെങ്കിൽ ഇവർക്ക് പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് പ്രായം കൂടുന്നതിനനുസരിച്ച് ഇവരെ ഭംഗി കുറഞ്ഞു വരും. പക്ഷെ നല്ല ലൈനേജിലുള്ള പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് പ്രായം കൂടുന്നതിനനുസരിച്ച് ഇവരെ ഭംഗി കൂടി വരും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇവരോടൊരു ഇഷ്ടം കൂടി വരും. പക്ഷെ എന്താ പറയാ, ഭംഗി കൂടുന്നതിനനുസരിച്ച് പ്രായം കൂടുമ്പോൾ ഭംഗി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും കുറച്ച് കാലം കഴിയുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർക്ക് അതിനോടുള്ള ഇഷ്ടം കുറയാനുള്ള സാധ്യത ഉണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ഒരു പൂച്ചക്കുഞ്ഞിനെ വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയ കാര്യങ്ങളോ വീഡിയോയിൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഉണ്ടായ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ വോയിസ് മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജോ ഒക്കെ കോൾ ചെയ്യാൻ പാടില്ല കേട്ടോ. കാരണം ഞാൻ എൻ്റെ അടുത്ത് 10-60ഓളം പൂച്ചകളുണ്ട്. അപ്പോൾ ഇവരൊക്കെ കാര്യങ്ങൾ നോക്കുന്നതിൻ്റെ ഇടയിൽ ആൾക്കാർ ഫോണിലോട്ട് വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്ന സമയത്ത്, ഞാനിപ്പം എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ വാട്സപ്പ് തുറന്നു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ വാട്സപ്പ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കും. ഒരുപാട് മെസ്സേജ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഏകദേശം ഒരു ദിവസം ഒരു 600 ആൾക്കാരെങ്കിലും മെസ്സേജ് അയക്കുന്നത്. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കണം. അതിന്റെ പുറമെ ഇൻസ്റ്റാഗ്രാമിലും. അപ്പം ഇതൊക്കെ നമ്മൾ ചെയ്തിട്ട് വേണം ഈ വീഡിയോ ചെയ്യാൻ. അതുകൊണ്ടാണ് നമ്മൾ ഓരോ വീഡിയോന്റെ ഇടയിൽ ഒരുപാട് ഗ്യാപ്പ് വരുന്നത്. അപ്പം മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടതുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ മറ്റുള്ള ആളുകളിലേക്കൊക്കെ പൂച്ചക്കുഞ്ഞിനെ വാങ്ങിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന പ്ലാൻ ചെയ്യുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എവിടെ നിന്ന് വേണമെങ്കിലും പൂച്ചക്കുഞ്ഞിനെ നിങ്ങൾ വാങ്ങിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ.